إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറായിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് നമ്മെ കേൾപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ, നീ എന്നെ സുഖങ്ങളുടെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണമേ. ഒരിക്കലും നശിക്കാത്ത, നിലക്കാത്ത സുഖാനുഭൂതികളുടെ സ്വർഗീയ ലോകത്തെ അനന്തരാവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ റബ്ബേ. എന്നിട്ട് അദ്ദേഹം ഷിർക്കിലായി, കുഫ്റിലായി ജീവിക്കുന്ന തൻ്റെ പിതാവിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. തുടർന്ന് അടുത്ത ആയത്തിൽ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നതായി അള്ളാഹു പറയുന്നു, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അള്ളാഹുവെ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ നീ എന്നെ അപമാനിക്കരുതേ, നീ എന്നെ നിന്ദിക്കരുതേ, ശിക്ഷിക്കരുതേ, നരകത്തിന്റെ വിറകാക്കി തീർക്കരുതേ. സഹോദരങ്ങളെ, ഈ ദുആയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അബുൽ അംബിയ, ഇമാമുൽ ഹുനഫ എന്നെല്ലാം സ്ഥാനപ്പേര് നൽകപ്പെട്ട മഹാനായ, നാം ഏതൊരു മില്ലത്താണോ അഭിമാനപൂർവ്വം പിൻപറ്റുന്നത്, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദുആഇന്റെ വാചകങ്ങളിലെ ആശയമാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ നാം ലക്ഷ്യമാക്കുന്ന പ്രധാനപ്പെട്ട ആത്യന്തികമായ ലക്ഷ്യങ്ങൾ. സുഖാനുഭൂതികളുടെ സ്വർഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, നാളെ മഹ്ശറിൽ ശിക്ഷിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന അപമാനിതരിൽ ഉൾപ്പെടാതിരിക്കാൻ നാം ഇവിടെ പണിയെടുക്കണം. അതാണ് ഓരോ മുസ്ലിമിന്റെയും ഐഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ നിന്ദിക്കപ്പെടാതെ സ്വർഗത്തിൽ ഉൾപ്പെടുന്നവരുടെ പ്രത്യേകതയായി പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ആ ദിവസം ഒരു സമ്പത്തും ഒരു സന്താനവും ഉപകാരം ചെയ്യാത്ത ദിവസമാണ്. നാം ഈ ദുനിയാവിൽ ജീവിച്ച കാലത്ത് സ്വരുക്കൂട്ടിയ സമ്പത്തോ അതിനേക്കാൾ അമൂല്യമായ സമ്പാദ്യമായി നാം നിശ്ചയിച്ച നമ്മുടെ സന്താനങ്ങളോ ആ ദിവസത്തിൽ നമുക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. മറിച്ച് എന്താണ് അന്ന് പരലോകത്ത് സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ
നമുക്ക് ഉപകാരം ലഭിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? അള്ളാഹു ശേഷം പറയുന്നു, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബോടെ അള്ളാഹുവിനന്ന് കണ്ടുമുട്ടിയതാരാണോ അവർക്കാണ് ആ ദിവസത്തിൽ, ആ കൽബിന്റെ ഉടമകൾക്കാണ് ആ ദിവസത്തിൽ വിജയിക്കാൻ, സ്വർഗത്തിലെത്താൻ, രക്ഷ പ്രാപിക്കാൻ സാധിക്കുക. സലീമായ, സുരക്ഷിതമായ, കുറ്റമറ്റ, പാപരഹിതമായ, നിഷ്കളങ്കമായ, തിന്മകൾ ബാധിക്കാത്ത, പരിശുദ്ധമായ, വെട്ടിത്തിളങ്ങുന്ന, സംശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകൾക്ക് ആ ദിവസം അതുകൊണ്ട് ഉപകാരം ലഭിക്കും. ദുനിയാവിൽ സ്വരുക്കൂട്ടിയ സമ്പത്തിന്റെ ഒന്നും, സന്താനങ്ങളൊന്നും അവനുപകാരം നൽകാത്ത ദിവസമാണ് ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറ്റമറ്റ കളങ്കരഹിതമായ ഹൃദയമുണ്ടാകുക എന്നതാണ് രക്ഷപ്പെടാനുള്ള മന്ത്രം, പരലോകത്ത് വിജയിക്കാനുള്ള സൂത്രവാക്യം, സ്വർഗം നേടാനുള്ള ഒറ്റമൂലി. ഖൽബുൻ സലീമുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രത്യക്ഷ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരത്തിന്റെ ബാഹ്യ പ്രകടനങ്ങളിലേക്കോ അവൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ, നിങ്ങൾക്ക് സ്വർഗം നിശ്ചയിക്കാൻ, നിങ്ങൾക്ക് രക്ഷ നൽകാൻ ഉപരിപ്ലവമായ ബാഹ്യമായ നിങ്ങളുടെ പുറമോടികളിലേക്കോ പുറംപൂച്ചുകളിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു ഏതൊരു പ്രവർത്തനമാണോ നിങ്ങൾ പുറമേക്ക് കാഴ്ചവെക്കുന്നത് അതിന് നിങ്ങളെ പ്രേരിപ്പിച്ച നിങ്ങളുടെ കൽബിന്റെ ഉള്ളകം എന്താണ്, അത് ചെയ്യുമ്പോൾ, അത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ഛേദോവികാരം എന്താണ്, നിങ്ങളുടെ കൽബിന്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ കൽബ് തൊടുന്ന ആത്മാവുള്ള ജീവസൂറ്റ പ്രവർത്തനങ്ങളാണോ നിങ്ങൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കൽബിനകത്തളങ്ങളിലേക്ക് അള്ളാഹു നോക്കും. നീ നിസ്കരിക്കുന്നു, നിന്റെ കൽബിൽ നിസ്കാരമുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന ബോധം നിന്റെ കൽബിനെ അലട്ടുന്നുണ്ടോ? നീ നോമ്പെടുക്കുന്നു, നിന്റെ റബ്ബിനു വേണ്ടി നീ പട്ടിണിയും ദാഹവും സഹിക്കുന്നു, നിന്റെ ഹൃദയം തൊട്ട നോമ്പുണ്ടോ? ഇങ്ങനെ ഏത് ഇബാദത്തുകളും ഏത് പ്രവർത്തനങ്ങളും നിന്റെ കൽബിനകത്തളങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന, റബ്ബിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന, സ്വർഗം നേടിത്തരുന്ന പ്രവർത്തനങ്ങളാണോ? നിന്റെ കൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. കൽബ് കളങ്കമറ്റതാകുക എന്നതാണ് കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം എങ്ങാനും നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അതെങ്ങാനും ചീത്തയായാൽ, കേടുവന്നാൽ ശരീരം മുഴുവൻ ചീത്തയായി. ഏതാണ് ആ മാംസകഷ്ണം? അലാ വഹിയൽ ഖൽബ്, ഹൃദയമാണ്. ഹൃദയം നന്നാകുന്നിടത്താണ് കാര്യം. ഹൃദയം നന്നായാൽ തീർച്ചയാണ് വാക്ക് നന്നാകും, പ്രവർത്തനം നന്നാകും, വേഷം നന്നാകും, രൂപം നന്നാകും, ചേല് നന്നാകും, കോലം നന്നാകും. അതെല്ലാം അതിന്റെ അനുബന്ധങ്ങളാണ്, ഹൃദയത്തിന്റെ നന്നാകലിന്റെ പൂർത്തീകരണങ്ങളാണ്. അതുകൊണ്ട് ഹൃദയം നന്നാകുന്നതോടൊപ്പം വാക്കും പ്രവർത്തനം നന്നായി തീരുക എന്നത് ഒരു മുസ്ലിമിന്റെ പൂർണ്ണതയാണ്. ഹൃദയത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. അവൻ എന്ത് പ്രവർത്തിച്ചോട്ടെ, എന്ത് ചെയ്തു കൂട്ടിക്കോട്ടെ, അവന്റെ പ്രവർത്തനങ്ങൾ നോക്കണ്ട, അവൻ എന്താ കാട്ടുന്നതെന്ന് നോക്കണ്ട, അവന്റെ കൽബിൽ ഈമാനുണ്ടോ? ഇങ്ങനെ പറയുന്നതും തെറ്റാണ്, അബദ്ധമാണ്. സുബദ്ധം കുറ്റമറ്റ ഹൃദയങ്ങളോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സൽക്കർമ്മങ്ങളുടെ പൂർണ്ണതയിൽ അടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ഹൃദയമെന്നത് ഒരു വെള്ള വസ്ത്രത്തെ പോലെയാണ്, ഒരു ശുഭ്രവസ്ത്രത്തെ പോലെ, ഒരഴുക്കും ബാധിക്കാത്ത, ഒരു കറയും പുരളാത്ത ഒരു വെള്ള വസ്ത്രം, ഒരു വെള്ള തൂവാല. അതിലൊരു ചെറിയ കറ ബാധിച്ചാൽ, ചെറിയൊരു പുഴുക്കുത്തുണ്ടായാൽ അവിടെ അത് നിഴലിക്കും, പ്രതിഫലിക്കും. ഇതുപോലെയാണ് കൽബ്. എത്ര നിസാരമായ കാര്യങ്ങളും അനിസ്ലാമികതകളും കൽബിൽ സ്വാധീനിക്കപ്പെടും, പ്രതിഫലിക്കും. ഒരു തിന്മ, ഇസ്ലാമിന്റെ ഭാഷയിൽ വിലക്കപ്പെട്ട തിന്മ നീ പ്രവർത്തിച്ചാൽ നിന്റെ ഹൃദയത്തിൽ അത് കറുത്ത പുള്ളി വീഴ്ത്തും, കറുത്ത പാടുണ്ടാക്കും. തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് നീ അപരസഞ്ചാരം നടത്തിയാൽ നിന്റെ ഹൃദയത്തിൽ ആ കറുപ്പ് കൂടും. നിന്റെ ഹൃദയത്തിൽ നന്മയോ ഇസ്ലാമിന്റെ പ്രകാശമോ പ്രവഹിക്കാത്ത രൂപത്തിൽ അതിന് മുദ്ര വെക്കപ്പെടും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് ഫലമായി
അവർ ഹൃദയത്തിൽ നന്മ പ്രവേശിക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം സ്ഫുരിക്കാതെ മുദ്രവെക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞത് അത്തരം ഹൃദയങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിൽ ബാധിക്കുന്ന ഏതൊരു തിന്മയും, ഹൃദയത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ഏതൊരു ഇസ്ലാമികതയും നമ്മുടെ ഹൃദയത്തെ കളങ്കമുള്ളതാക്കും, നമ്മുടെ ഹൃദയത്തെ കറബാധിക്കുന്നതാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുന്ന കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളാക്കാതെ നമ്മെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നതാക്കും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കളങ്കരഹിതമായ ഹൃദയത്തിന്റെ ഉടമ, പാപസുരക്ഷിതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്കാൾ പരിശുദ്ധമായ ഹൃദയമുള്ള ഏതു മനുഷ്യനാണുള്ളത്? അവിടുത്തെ മഹത്തായ ദുആകളിലൊന്ന്, ആ ദുആകളിലൊന്നിലെ വാചകങ്ങളിലൊന്ന് ഇപ്രകാരമായിരുന്നു: വസ്ലുൽ സഖീമത ഖൽബി, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന്റെ അഴുക്കുകളെ, എന്റെ ഹൃദയത്തെ ബാധിക്കുന്ന ദോഷങ്ങളെ, എന്റെ ഹൃദയത്തിന്റെ കറകളെ നീ നീക്കം ചെയ്യണമേ, എന്റെ ഹൃദയം വെണ്മയുള്ളതാക്കണമേ. സമാനാശയത്തിലുള്ള ധാരാളം ദുആകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിങ്കൽ രക്ഷപ്പെടുന്നവർ, സ്വർഗം നേടുന്നവർ, നരകത്തിൽ നിന്ന് സുരക്ഷ ലഭിക്കുന്നവർ കുറ്റമറ്റ ഹൃദയമുള്ളവരായിരിക്കണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ ഹൃദയങ്ങളെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇതിനെതിരായ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ഇതിനെതിരായ ഹൃദയങ്ങളുടെ ഉടമകളുടെ അവസ്ഥ എന്താണ്? അവരായിരിക്കും പരാജിതർ, അവരായിരിക്കും നഷ്ടക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അവർ ദുനിയാവിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളോ, അവരുടെ സന്താനങ്ങളോ, അവരുടെ സർട്ടിഫിക്കറ്റുകളോ, ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന അവരുടെ ജോലികളോ, ഉദ്യോഗങ്ങളോ, കരിയറോ, പ്രൊഫഷനോ ഒന്നും അവർക്ക് അവിടെ ഉപകാരം ചെയ്യുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവന് തൃപ്തിയുള്ള മാർഗത്തിൽ അത് വിനിയോഗിച്ചാൽ അതവർക്ക് അവിടെ ഉപകാരം ലഭിക്കും. നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടുന്ന, നമ്മെ ഭീതിയിലാഴ്ത്തേണ്ടുന്ന ഖിയാമത്ത് നാളിൽ നമ്മൾ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗം വിശദീകരിക്കപ്പെടുന്ന ഹദീസിന്റെ ഒരു വാചകമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിക്കട്ടെ: യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല. ഖിയാമത്ത് നാളിൽ മനുഷ്യർ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഹുഫാത്തുകളായിട്ടാണ്, നഗ്നപാതുകരായി. അവർക്ക് പാദരക്ഷയുണ്ടാകുകയില്ല, അവർക്ക് ചെരിപ്പുണ്ടാകുകയില്ല. ഉറാതൻ, വിവസ്ത്രരായി, അവരുടെ ശരീരത്തിൽ വസ്ത്രമുണ്ടാകുകയില്ല. പിറന്നു വീണ കുഞ്ഞിനെ പോലെ വിവസ്ത്രരായിട്ടായിരിക്കും അവർ. ഗുർല, അതോടൊപ്പം ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി. ദുനിയാവിൽ ജനിച്ചു വീണ ഒരാൺകുഞ്ഞിന് നിർവഹിക്കുന്ന സുന്നത്തായ ചേലാകർമ്മം നീക്കപ്പെടുന്ന ആ ചർമ്മം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരികെ നൽകി ശുദ്ധശൂന്യരാക്കി, നിസ്സഹായരാക്കി. അല്ലാഹുവിന്റെ മുമ്പിൽ താണ് കേണ് നിസ്സഹായരായി, ആശ്രിതരായി പിറന്നപടി നമ്മൾ നിൽക്കുന്ന രംഗമുണ്ട്. നഗ്നപാതുകരായി, വിവസ്ത്രരായി, ചേലാകർമ്മം പോലും ചെയ്യപ്പെടാതെ. എന്തുണ്ടവിടെ? എന്താണ് നമുക്ക് അവിടെ ഉപകാരമായിട്ടുള്ളത്? എന്താണ് നമുക്ക് അവിടെ പ്രയോജനമായിട്ടുള്ളത്? സമ്പത്തില്ല, സന്താനങ്ങളില്ല, ദുനിയാവിൽ ഒന്നുമില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു സന്താനവും ഒരു സമ്പത്തും അവിടെ ഉപകാരം ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കുറ്റമറ്റ ഹൃദയമല്ലാതെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവിൽ ജീവിക്കുക എന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈ കുറ്റമറ്റ ഹൃദയം നേടിപ്പിടിക്കുക, വെട്ടിപ്പിടിക്കുക എന്നതായിരിക്കണം. ദുനിയാവിൽ നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത് കച്ചവടം ചെയ്യാനല്ല. ദുനിയാവിൽ നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത് വിദ്യാസമ്പന്നരാകാനല്ല. ദുനിയാവിൽ നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത് ദുനിയാവിന് വേണ്ടിയല്ല. മറിച്ച് ദുനിയാവിൽ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് അവനെ വഴങ്ങി അവന് താഴ്മ പ്രകടിപ്പിച്ച് ആരാധനകളുടെ ഏതേതംശവും അവന് മാത്രം വകവെച്ചു കൊടുത്ത് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ വിലക്കുകൾ അകറ്റി നിർത്തി ജീവിച്ചു മരിക്കാനാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അവിടുത്തെ നബിയോട് പറഞ്ഞതുപോലെ, എന്റെ നിസ്കാരം, എന്റെ ബലിദാനം, എന്റെ ജീവിതം, നീ രാവിലെ ഉറക്കം എഴുന്നേറ്റത് മുതൽ നീ
കിടക്കപ്പായിലേക്ക് തിരിച്ചുറക്കത്തിലേക്ക് ചെല്ലുന്നത് വരെ നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലെയും നിമിഷാർദ്ധങ്ങളുടനീളം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബായ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ടായിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദുനിയാവ് വേണ്ടതില്ല, ദുനിയാവിൽ സമ്പാദിക്കേണ്ടതില്ല, കച്ചവടം ചെയ്യേണ്ടതില്ല, ഭൗതിക വിദ്യാഭ്യാസം നേടേണ്ടതില്ല, വലിയ കരിയറും പ്രൊഫഷനും കരുപിടിപ്പിക്കേണ്ടതില്ല എന്നതല്ല. മറിച്ച് ദുനിയാവിനെ വെക്കേണ്ടടുത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. പരലോകത്തിന് നാം ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം തേട്ടം പരലോകത്ത് കുറ്റമറ്റ ഹൃദയം നേടുന്നവരായിത്തീരുന്നവരാകാൻ പണിയെടുക്കണമെന്നതായിരിക്കണം. രണ്ടാമതായി ദുനിയാവിനെ നമ്മൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം. ദുനിയാവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കരുത്. കൈകളിൽ ദുനിയാവുണ്ടാകട്ടെ, കൈകളിൽ ദുനിയാവുണ്ടാകട്ടെ, ഹൃദയത്തിൽ പരലോകത്തെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത്തരക്കാരെ കുറിച്ചാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിലെ നമ്മുടെ ലക്ഷ്യം, ദുനിയാവിലെ നമ്മുടെ അഡ്രസ്, കൈഫ അജീഉ റബ്ബി ബിഖൽബിൻ സലീം, നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നവരെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ എന്തു ചെയ്യണം എന്നതായിരിക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട 5 ഉത്തരങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ നാം കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് ഖൽബുൻ സലീമിന്റെ കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ സാധിക്കും? പണ്ഡിതന്മാർ പറയുന്നു, ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ അൽ ഖൽബു സലീമി ഹുവൽ ഖൽബു അല്ലദി അസ്ലമ വസല്ലമ വസ്തസ്ലമ വസലിമ വസാലമ. കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുന്ന ഹൃദയങ്ങളായിരിക്കും അവർ. അല്ലാഹുവിന് മാത്രം തൗഹീദിൽ അടിയുറച്ച്, അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടി, അവനോട് മാത്രം പ്രാർത്ഥിച്ച്, അവന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കുന്നത് പോലെ ഒരു പടപ്പിനെയും ഭയക്കാതെ അവനിൽ സമ്പൂർണ്ണമായി പ്രതീക്ഷയർപ്പിച്ച്, അവനിൽ കാര്യങ്ങൾ പരമേൽപ്പിച്ച്, അവനെ താണ്, അവനെ കേണ്, അവന് വഴങ്ങി, അവന്റെ കൽപ്പനകൾക്കനുസൃതമായി അവന്റെ അടിമയായി, പടച്ചവന്റെ അടിമയായി, പടപ്പുകൾ അടിമയാകാതെ ജീവിതവും മരണവും അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന അസ്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവനായിരിക്കും അൽ ഖൽബുൻ സലീം. ഖൽബുൻ സലീമിന്റെ ഉടമയുടെ ഒന്നാമത്തെ വിശേഷണം, കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമയുടെ ഒന്നാമത്തെ വിശേഷണം അസ്ലമ ലില്ലാഹ്, അല്ലാഹുവിന് കീഴൊതുങ്ങുന്നവരായിരിക്കും അവർ. തൗഹീദിന്റെ വക്താക്കളായിരിക്കും അവർ. തൗഹീദിനെതിരെയുള്ള ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരിക്കും അവർ. അല്ലാഹു അല്ലാത്തവരിലേക്ക് ബന്ധം സ്ഥാപിക്കുന്നവരായിരിക്കുകയില്ല അവർ. സൃഷ്ടികളിലേക്ക്, അവന്റെ പടപ്പുകളിലേക്ക് സഹായഹസ്തങ്ങൾ നീട്ടുന്നവരായിരിക്കുകയില്ല അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ആരാധനയുടെ ബന്ധം സ്ഥാപിക്കുന്നവരായിരിക്കും അവർ. ഇതാണ് കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളുടെ ഒന്നാമത്തെ പ്രത്യേകത. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെങ്കിൽ വിജയിക്കുന്ന സലീമായ ഹൃദയത്തിന്റെ ഉടമകൾ അസ്ലമ ലില്ലാഹ്, അല്ലാഹുവിന് തൗഹീദ് കൊണ്ട് കീഴൊതുങ്ങി, ശിർക്കിൽ നിന്ന് അത് ചെറുതാകട്ടെ വലുതാകട്ടെ ശിർക്കിന്റെ ഒരു പുള്ളിക്കുത്തുപോലും ജീവിതത്തിൽ തൊട്ടു തീണ്ടാത്തവരായിരിക്കും അവർ. അതിനെ ശക്തമായി ഭയപ്പെടുന്നവരായിരിക്കും അവർ. ഇന്ന ശിർക ലദുൽമുൻ അലീം, ഇസ്ലാമിന്റെ ഭാഷയിൽ ഏറ്റവും കടുത്ത തിന്മ സാമൂഹികമായ തിന്മകളല്ല, മദ്യപാനമല്ല, വ്യഭിചാരമല്ല, പലിശയല്ല, കൊള്ളയല്ല, കൊലപാതകമല്ല. ശിർക്ക് എന്ന മഹാപാപം, ബഹുദൈവാരാധന, അതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് മനസ്സിലാക്കി അതിന്റെ ഏഴയലത്ത് പോലും ചിന്ത കൊണ്ടുപോലും പ്രവേശിക്കാത്തവരായിരിക്കും കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളാകുന്ന അസ്ലമ ലില്ലാഹ്, അല്ലാഹുവിന് കീഴൊതുങ്ങുന്നവർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അൽ ഖൽബുൽ ലദീ സല്ലമ ലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തിബാഇഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തിബാ കൊണ്ട്, അവിടുത്തെ അനുധാവനം ചെയ്തുകൊണ്ട് അവിടുത്തേക്ക് വിധേയത്വം കാണിക്കുന്നവരായിരിക്കും അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും അവരുടെ റോൾ മോഡൽ. റസൂലുള്ള പ്രവർത്തിച്ചതുപോലെ അവർ പ്രവർത്തിക്കും. റസൂലുള്ള വസ്ത്രമുടുത്തതുപോലെ അവർ വസ്ത്രമുടുക്കും. റസൂലുള്ള ചിരിച്ചതുപോലെ അവർ ചിരിക്കും. റസൂലുള്ള മൗനം അവലംബിച്ചെടുത്തവർ മൗനം അവലംബിക്കും. റസൂലുള്ള മിണ്ടാൻ പറഞ്ഞെടുത്തവർ മിണ്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഒപ്പിയെടുത്ത് ജീവിതത്തിൽ പകർത്തിവെക്കും. ഇവരായിരിക്കും കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മെ വിശദീകരിക്കുന്നു. സല്ലമ ലിത്തിബാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സമ്പൂർണമായി പിൻപറ്റുന്നവരായിരിക്കും അവർ. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യനെപ്പറ്റി, മനുഷ്യനായി പിറന്നവനെപ്പറ്റി നമ്മോട് ചോദിക്കപ്പെടുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാത്രമാണ് നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക. മറ്റൊരു മനുഷ്യരെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുകയില്ല. രണ്ടു സന്ദർഭത്തിൽ ആ ചോദ്യമുണ്ടാകും. ഒന്ന്, നമ്മെ ഖബറിൽ വെക്കുമ്പോൾ മലക്കുകൾ നമ്മോട് വന്ന് ചോദ്യം ചെയ്യും, മൻ ഹാദല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയുക്തനായ റസൂലാരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ പറഞ്ഞതുപോലെ മാതൃകയാക്കിയ പിൻപറ്റിയവർ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയും. രണ്ടാമതായി ചോദ്യം ചെയ്യപ്പെടും ഖിയാമത്ത് നാളിൽ. അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ നിൽക്കുമ്പോൾ അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യും. അല്ലാഹു സൂറത്തുൽ ഖസസിൽ പറഞ്ഞു, വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ. അന്ന് റബ്ബ് അവരെ വിളിക്കും, അവരോട് ചോദിക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്തുത്തരമാണ് ചെയ്തത്? ആരാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ? എന്താണ് അദ്ദേഹത്തിന് നിങ്ങൾ ഉത്തരം നൽകിയത്? അല്ലാഹു ഖിയാമത്ത് നാളിൽ ചോദിക്കും. മറ്റേതു മനുഷ്യനെ പറ്റിയാണ് ഇങ്ങനെ നമ്മോട് ചോദ്യം ചെയ്യപ്പെടുക? സഹോദര, മുസ്ലിമേ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, ആരാണ് നിങ്ങളുടെ മാതൃകാ പുരുഷന്മാർ? ആരാണ് നിങ്ങളുടെ റോൾ മോഡൽസ്? ഇവിടുത്തെ ഏതെങ്കിലും സെലിബ്രിറ്റികളാണോ? ഇവിടുത്തെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണോ? ദുനിയാവിന് വേണ്ടി ജീവിച്ച് ദുനിയാവിന് വേണ്ടി മരിക്കുന്നവരാണോ? ഇവിടുത്തെ ഏതെങ്കിലും കായിക താരങ്ങളാണോ? ഇവിടുത്തെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ആണോ? ഇവിടുത്തെ ഏതെങ്കിലും ബ്ലോഗേഴ്സ് ആണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരിക്കൽ പോലും തന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാത്തവനാണോ? അല്ലാഹുവിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാത്തവരാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരിക്കൽ പോലും ഉച്ചരിക്കാത്ത, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉരുവിടാത്ത, സ്വലാത്ത് ചൊല്ലാത്തവരാണോ? നീ ഒരു മുസ്ലിമാണോ? എവിടെയാണ് നിന്റെ മാതൃക? ആരാണ് നിന്റെ മാതൃക? ആരാണ് നിന്റെ റോൾ മോഡൽ? നീ പരിശോധിക്കണം. നാളെ പരലോകത്ത് ആഖിറത്തിൽ കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇപ്രകാരം സമ്പൂർണ്ണമായി പിൻപറ്റുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ച്, ശിർക്കിൽ നിന്ന് അകലം പാലിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച്, ബിദ്അത്തുകളിൽ നിന്ന് അകന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിലൂടെ സഞ്ചരിച്ച് ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ, കുറ്റമറ്റ ഹൃദയങ്ങളുടെ ഉടമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, സലീമായ ഹൃദയത്തിൻ്റെ ഉടമകൾ, അവരുടെ മൂന്നാമത്തെ വിശേഷണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതോടൊപ്പം അല്ലാഹുവിലുള്ള തൗഹീദ് അതിലടിയുറക്കുന്നതോടൊപ്പം തൗഹീദിലും സുന്നത്തിലും ജീവിതം ഒഴിഞ്ഞുവെക്കുന്നതോടൊപ്പം മൂന്നാമതായി സല്ലമ ലിഖദാഇല്ലാഹി വ ഖദരി, അതിനിടയിൽ സംഭവിക്കുന്ന അല്ലാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, ആകസ്മികമായ ദുരന്തങ്ങൾ, പൊടുന്നനെയുള്ള വിപത്തുകൾ, അപ്രതീക്ഷിതമായ വിധി, അതിലൂടെ സംഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതിലവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സമ്പൂർണമായ തൃപ്തി രേഖപ്പെടുത്തുന്ന, അല്ലാഹുവിൻ്റെ വിധി നിർണയങ്ങളിൽ തൃപ്തി കൈക്കൊള്ളുന്നവരായിരിക്കും. അതിൽ അതൃപ്തി പ്രകടിപ്പിക്കാത്തവരായിരിക്കും, അനിഷ്ടം കാണിക്കാത്തവരായിരിക്കും. ഒരടിമ, അല്ലാഹുവിൻ്റെ അടിമ, അവൻ പരീക്ഷിക്കപ്പെട്ടാൽ കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഉടമയാണോ, അവൻ സമാധാനിക്കും, അവൻ ക്ഷമിക്കും, അവൻ ആ വിധിയിൽ തൃപ്തിയടയും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന ആ വേളയിലും അവൻ നാവ് കൊണ്ട് ഉരുവിടും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഇന്റെ വാചകങ്ങൾ അവൻ ഉരുവിടും. ഇതാണ് കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമയുടെ ലക്ഷണം. കാരണം അവനറിയാം, എന്നെ പരീക്ഷിച്ച റബ്ബ് അലീം, എല്ലാം അറിയുന്നവനാണ്,
ഹക്കീം, എല്ലാ യുക്തിയുമുള്ളവനാണ്. റഹ്മാൻ, റഹീം, അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ്, കാരുണ്യത്തിന്റെ ഉറവിടമാണ്, കേദാരമാണ്, കാരുണ്യം വാരിക്കോരി ചൊരിയുന്നവനാണ്. ലത്തീഫുൻ ബിഇബാദി, തന്റെ അടിമകളോട് ദയാലുവാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് തോന്നും അത് നിനക്ക് ഖൈറല്ല എന്ന്. പക്ഷേ അല്ലാഹുവിനറിയാം നിനക്ക് ഖൈർ എന്താണെന്ന്. നിനക്ക് ഖൈർ എന്താണെന്ന് നിന്നെക്കാൾ അറിയുന്ന റബ്ബിന്റെ തെരഞ്ഞെടുപ്പാണത്. നീ തൃപ്തി കൈക്കൊള്ളണം. ഇതായിരിക്കും കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമയുടെ ലക്ഷണം. അവൻ ഒരിക്കലും അല്ലാഹുവിന്റെ വിധിയോട് പുറംതിരിഞ്ഞു നിൽക്കുകയില്ല, അനിഷ്ടം പ്രകടിപ്പിക്കുകയില്ല, അവൻ അതൃപ്തി രേഖപ്പെടുത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വാചകങ്ങൾ അവൻ അയവിറക്കും. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ, കടുത്ത പരീക്ഷണങ്ങളോടൊപ്പമാണ് വമ്പിച്ച പ്രതിഫലമുള്ളത്. അതുകൊണ്ട് എത്രമേൽ ഞാൻ പരീക്ഷിക്കപ്പെടുന്നുവോ അത്രമേൽ എന്റെ പ്രതിഫലം നാളെ പരലോകത്ത് ഘനപ്പെട്ടതായിരിക്കും എന്ന പ്രത്യാശയിലായിരിക്കും അവൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിളാ, ആ പരീക്ഷണത്തിൽ ആര് തൃപ്തി അടയുന്നോ അവൻ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. വമൻ സഖിത ഫലഹു സഖത്, ആരാ പരീക്ഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നതോ അക്ഷമ പ്രകടിപ്പിക്കുന്നതായി തീരുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമുണ്ടാകും. അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളെ നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം സാക്ഷിക്കുക. എന്തിനാണ് റബ്ബിനോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞങ്ങളോട് ഇത് വേണ്ടില്ലായിരുന്നു എന്ന് പറയാൻ ഒരു മുസ്ലിമിന്, കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ സംഭവിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടമുള്ളത് അവന്റെ യുക്തി അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. വഅന്നഹു ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടാവതല്ല. അല്ലാഹു ചെയ്തതിനെ പറ്റി നമ്മൾ അങ്ങോട്ട് ചോദ്യം ഉന്നയിക്കുകയല്ല, മറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏതു പ്രവർത്തനവും തീരുമാനവും വിധിയും യുക്തിഭദ്രമായിരിക്കും. അവൻ അതിന്റെ പിന്നിൽ കൃത്യമായ യുക്തി ഉണ്ടായിരിക്കും. അതിന്റെ രഹസ്യം നമുക്കറിയില്ലെങ്കിലും അറിഞ്ഞാലും ശരി അതുവഴി നാം തിരിച്ചറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അത് നമ്മെ ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറ്റമറ്റ ഹൃദയങ്ങളുടെ ഉടമകൾ ഇങ്ങനെയായിരിക്കും. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, പരീക്ഷിക്കപ്പെട്ടാൽ അവൻ സ്വയം മന്ത്രിക്കും, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ നീ ക്ഷമിക്കുക. അവൻ അല്ലാഹുവിനോട് പറയുമെന്നാണ്, യാ അല്ലാഹ് അന അബ്ദുക ഇഫ്അൽ ബിമാ തശാ, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, നീ എന്നെ കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക. ഫഖൈറതുക ലീ ഖൈറും മിൻ ഖൈറതി ലിനഫ്സി, എനിക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ നീ തെരഞ്ഞെടുത്ത് തന്നതാണ് ഉത്തമം എന്നവൻ പറയുമെന്നാണ്. കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകൾ ഇങ്ങനെയായിരിക്കും. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. നാലാമത്തെ കാര്യം, കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകൾക്കുള്ള നാലാമത്തെ വിശേഷണം, അല്ലാഹുവിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുന്ന, അല്ലാഹുവിൽ നിന്ന് അകറ്റുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം സലിമ മിൻ കുല്ലി മാ യഖ്തഉ അനില്ലാഹ്, അവർ സുരക്ഷിതരായിരിക്കും. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന്, അവനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് എന്തെല്ലാം അവരെ അശ്രദ്ധയിലാക്കുന്നു അതിൽ നിന്നെല്ലാം അവർ സുരക്ഷിതരായിരിക്കും. എപ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുന്ന ഹൃദയമുള്ളവരായിരിക്കും അവർ. അവരുടെ നാവ് അല്ലാഹുവിനോടുള്ള ദിക്റിനാൽ പച്ചപിടിക്കുന്നതായിരിക്കും. അവിടെ അവയവങ്ങളിൽ അതിന്റെ പ്രകടഭാവം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അവന്റെ കൽപ്പനകളോട് അവന്റെ ശരീരം വിധേയത്വം കാണിക്കുന്നവനായി അവൻ മാറും. എന്നാൽ രോഗാതുരമായ ഹൃദയത്തിന്റെ ഉടമകൾ അവർ ഒരിക്കലും അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നോ അവനെ വഴിപ്പെടുന്നതിൽ നിന്നോ അവർ ബോധപൂർവം അകലുന്നതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക, അവനെ വഴിപ്പെടുക, അവനെ ഓർത്തുകൊണ്ടേയിരിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് അവർ ബോധപൂർവം തെന്നിമാറും. അവർ സമ്പൂർണ്ണ അശ്രദ്ധയിലായിരിക്കും. അല്ലാഹുവിനെ ഓർക്കാനോ അവനെ നാവുകൊണ്ട് ദിക്ർ ചെയ്യാനോ അവർക്ക് സാധിക്കുകയില്ല. അവർക്കതിനുള്ള തടസ്സം അവരുടെ കച്ചവടമായിരിക്കാം, അവരുടെ ദുനിയാവിന്റെ ഏർപ്പാടുകളായിരിക്കാം, അവരുടെ സമ്പാദ്യമായിരിക്കാം, അവരുടെ സന്താനങ്ങളായിരിക്കാം, അവരുടെ ഇണകളായിരിക്കാം. സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയിൽ നാം ആവർത്തിച്ച് കേൾക്കാറുള്ള ഒരു ആയത്താണല്ലോ സൂറത്തുൽ മുനാഫിഖീനിലെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും മിൻ ദിക്രില്ലാഹ്, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും മിൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ
അള്ളാഹുവിനെ തൊട്ടുള്ള സ്മരണയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. രോഗാതുരമായ ഹൃദയത്തിന്റെ ഉടമകൾ അവരുടെ കച്ചടവും സമ്പാദ്യം സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധയിലാക്കും. കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് അവരകറ്റുകയില്ല. നിസ്കാരത്തിന് സമയമായാൽ എന്തു തിരക്കുണ്ടെങ്കിലും എന്ത് ഭൗതികമായ കാര്യങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അവർ ഉളരിയെത്തും, അവർ വേഗത്തിലെത്തും. അതല്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഇതെല്ലാം അവർ അശ്രദ്ധയിലാക്കുന്നു. എന്താണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത്? എങ്ങനെയാണ്? ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജിതർ, അവരാണ് നഷ്ടക്കാർ. ഇതാണ് നാലാമത്തെ കാര്യം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ കാര്യം, കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകൾ ഹുവൽ ഖൽബുല്ലദീ സാലമ ഔലിയാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർ, അംബിയാക്കൾ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, ഇമാമീങ്ങൾ, അവരോട് ഇഷ്ടം വെക്കുന്ന, അവരെ ആത്മാർത്ഥമായി മറ്റാരെക്കാളും സ്നേഹിക്കുന്നവരായിരിക്കും അവർ. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ, അവരോടായിരിക്കും അവർക്ക് ആത്മബന്ധമുണ്ടാകുക. അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ തന്റെ ശരീരത്തിന് പ്രയാസം ബാധിച്ചതുപോലെ അവർക്ക് തോന്നണം. അവർക്കൊരു നന്മയുണ്ടായാൽ അൽഹംദുലില്ലാ എന്ന് തനിക്കൊരു നന്മയുണ്ടായതുപോലെ പറയാൻ അവർക്ക് സാധിക്കണം. തനിക്കിഷ്ടപ്പെടുന്ന നന്മകളെല്ലാം അവർക്കും ഇഷ്ടപ്പെടണം. തനിക്കൊരു പ്രയാസം ബാധിച്ചാൽ അതുപോലെ മറ്റാർക്കും പ്രയാസമുണ്ടാകരുത്. ഒരു മുഅ്മിനിന്റെ പ്രയാസം തനിക്കും പ്രയാസമുള്ളതായി അവന് തോന്നണം. അസൂയയോ വിദ്വേഷമോ വൈരമോ പകയോ ശത്രുതയോ മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് അവൻ വെച്ചു പുലർത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ച ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ കേൾപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സത്യം, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ഈമാൻ പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാനും പൂർത്തിയാകുകയില്ല. മുസ്ലിമീങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈമാൻ നിങ്ങളിൽ അടിയുറക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം ഈമാനാണ്. ആ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ മുസ്ലിമീങ്ങൾ അവർ പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവരായി മാറണം. പരസ്പരം സ്നേഹിക്കുന്നവരാകാതെ നിങ്ങൾക്ക് മുഅ്മിനീങ്ങളാകാനും സാധിക്കുകയില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഒരു കാര്യം, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവർ പറഞ്ഞു, അതെ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്സുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, ഇതൊരു മുസ്ലിമിന്റെ അടിസ്ഥാന നിലവാരമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പാലിക്കേണ്ടുന്ന ഏറ്റവും സാമാന്യമായ അദബാണ്, ഹക്കാണ്, ഗുണകാംക്ഷയാണ്. അസ്സലാമു അലൈക്കും. ഈ സലാമിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ നാം എവിടെ എത്തി നിൽക്കുന്നു? മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടാൽ പുഞ്ചിരിച്ചൊന്ന് മനം തൊട്ട് സലാം പറയാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അതിനപ്പുറത്തല്ലേ സഹോദരവും ആത്മബന്ധവും? അതുകൊണ്ട് സലാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. മുസ്ലിമീങ്ങൾ ഗുണകാംക്ഷയുള്ളവരായി തീരുക. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു സ്നേഹിക്കുന്നവരോട് ആത്മബന്ധവും അടങ്ങാത്ത സൗഹൃദവും വെച്ചു പുലർത്താൻ സാധിക്കുക. അള്ളാഹുവിന്റെ ശത്രുക്കളെ, അള്ളാഹു വെറുത്തവരെ വെറുക്കാൻ സാധിക്കുക. സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും മാനദണ്ഡം അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുക. അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم اسلل سخيمة قلوبنا. اللهم اسلل سخيمة قلوبنا. اللهم اسلل سخيمة قلوبنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.